ഒരു കാര്യത്തിൽ ഇന്നത്തെ പിള്ളേർക്ക് അങ്ങനെ ഒരു വേർകൃത്യം അവർക്കില്ല. പിന്നെ കുറച്ചും കൂടെ കാഷ്വൽ ആണ് ഇപ്പം. പണ്ടത്തെ പോലെ ഇങ്ങനെ ഭയങ്കര ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള പെർഫോമൻസസ് ഇപ്പൊ ഇത്തിരി കുറവാണല്ലോ. ഒന്നര വർഷം ചെയ്ത അതിനി വേറെ ആര് വന്ന് ചെയ്താലും നമുക്ക് കുറച്ച് സമയം എടുക്കും. വെള്ള സാരി മറ്റേ ദംഷ്ടം ഒന്ന് വന്ന് അങ്ങനത്തെ ഒരു ഭീകര രൂപമല്ല. നമ്മള് ഈ സീൻ വായിച്ചു തരുമ്പോൾ തന്നെ നമുക്ക് അത് ചില സീൻ കയറി ഡയലോഗ് കയറി കൊള്ളുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്കത് ഫീൽ ആവും. മനുഷ്യനാണ്. ഹായ്, ഹലോ, നമസ്കാരം. മൂവി വേൾഡ് മിനി സ്ക്രീനിലേക്ക് സ്വാഗതം. സാധാരണ ഞാൻ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ഓരോരുത്തരെ വെച്ചിട്ട് ഒരു സോളോ പെർഫോമൻസ് ആണ് കാഴ്ചവെക്കാറുള്ളത്. പക്ഷെ ഇന്നങ്ങനല്ല. ഒരു നമ്മൾ എന്താ പറയുക, ഒരു 10 വർഷം മുമ്പുള്ള, അതായത് 10-15 വർഷം മുമ്പുള്ള ആർട്ടിസ്റ്റുകളായിരുന്നു താരനിരകളിൽ നിന്നും നായിക. ഈ നായിക എന്ന് പറയുമ്പോൾ നായകനുണ്ട്, നായികയുണ്ട്. പക്ഷേ ഈ നായികയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജൂനിയർ മാൻഡ്രേക്ക് എന്ന സിനിമയിൽ ജഗദീഷ് ചേട്ടൻ നായികയായി. ഒപ്പം നിരവധി സിനിമയിലേക്ക് നായിക ആവാനുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു. പക്ഷേ ഒരു നായകൻ വന്ന് കൊണ്ടുപോയി കളഞ്ഞു. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം രാഹുലേട്ടനെ, കീർത്തി ചേച്ചി. ചേച്ചി നമസ്കാരം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഞാൻ ഇൻട്രോ പറഞ്ഞ കറക്റ്റ് അല്ലേ? പിന്നെ ആ ഒരു പീക്ക് ടൈമിൽ ചേച്ചി ഒരു അന്ന് എനിക്കൊന്ന് ആ സമയങ്ങളിൽ നായിക ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കഥാപാത്രം ഞങ്ങൾ തമ്മിലുള്ള ആ സീരിയൽ ചെയ്തു. ജൂനിയർ മാൻഡ്രേക്ക് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടാണോ സീരിയൽ? അതെ, ജൂനിയർ മാൻഡ്രേക്ക് കഴിഞ്ഞ ഉടനെ ആയിരുന്നു ഞങ്ങൾ ഒരു സീരിയൽ ചെയ്തായിരുന്നു. അന്ന് ദൂരദർശൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ദൂരദർശന് വേണ്ടിയിട്ട് ഞങ്ങളൊരു സീരിയൽ ചെയ്തു ഒരുമിച്ച്. അപ്പം അങ്ങനെ അവിടെ വെച്ചിട്ട് ആ സീരിയൽ ഒരു ലവ് സ്റ്റോറി ആയിരുന്നു. അധികം ആർട്ടിസ്റ്റുകളൊന്നും ഇല്ലായിരുന്നു. അത് ഒറിജിനലായിട്ട് സ്നേഹിക്കുകയും ചെയ്തല്ലേ? ശല്യം ചെയ്യാൻ വേറെ ആർട്ടിസ്റ്റുകളില്ലായിരുന്നു. അത് എത്ര വർഷം മുമ്പായിരുന്നു അത്? 26 വർഷം, 26 അല്ല 27 വർഷം, 28 വർഷം. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 26 ഇയേഴ്സ് ആവുന്നു. വേണ്ട വെഡിങ് ആനിവേഴ്സറി പറയണ്ട. വയസ്സറിയും എല്ലാവരും കൂടെ. നമ്മളെ അറിയാവുന്നവർക്ക് ഈ പണ്ടുള്ള സിനിമയെ ചോദിക്കാനേക്കാളും അത് ഇപ്പോഴത്തെ കാര്യങ്ങൾ ചോദിച്ചിട്ട് നമുക്ക് പണ്ട് സിനിമയിലേക്ക് പോകാം. ചേട്ടനോട് ഒരു ചോദ്യം ചോദിച്ച് ബാക്കി വെച്ചിരിക്കുകയാണ്. ലാസ്റ്റ് എനിക്ക് ഷേക്കൻഡ് തന്നിട്ട് പോയത് നമ്മൾ ആ ഒരു സോളി ടൈമിൽ അത് കണ്ടിന്യൂ ചെയ്യാം. ചേച്ചിയോട് ചോദിക്കാം ഫസ്റ്റ്. നമ്മൾ ഈ സിനിമകൾ, അതായത് 15-18 വർഷം മുമ്പുള്ള സിനിമകൾ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ പാവാടയും ചെറിയൊരു ബ്ലൗസൊക്കെ, ചെറുത് മീൻസ് ഇറക്കമുള്ള, അതിനെന്താ പറയുന്നത് എനിക്കറിയില്ല, അതൊരു ബ്ലൗസൊക്കെ ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. എനിക്ക് അങ്ങനെയുള്ള വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ജൂനിയർ മാൻഡ്രേക്ക് എന്ന് പറയുമ്പോൾ വീണ്ടും മോഡേണിലേക്ക് മാറി, ചുരിദാറിലേക്ക് മാറി അല്ലേ? ഇപ്പോൾ ഉള്ള ഒരു കോൺസെപ്റ്റും അന്നത്തെ ഒരു കോൺസെപ്റ്റും തമ്മിൽ എന്താ ഡിഫറൻസ് ഉള്ളത് അഭിനയത്തിൽ? അന്നത്തെക്കാട്ടിലും ഇന്ന് കുറച്ചും കൂടെ ഭയങ്കര ഫ്രീ ആയിട്ടും കാഷ്വൽ ആയിട്ടാണ് അഭിനയിക്കുന്നത്. അന്നത്തെ കുറെ കൂടെ പിള്ളേർ കുറച്ചും എനിക്ക് തോന്നുന്നത് അന്ന് പിള്ളേർക്ക് കുറച്ചും കൂടെ പേടിയുണ്ടായിരുന്നു. സ്ക്രീനിൽ വരുമ്പോഴും അല്ലെങ്കിൽ ക്യാമറ ഫേസ് ചെയ്യുമ്പോഴൊക്കെ ഒരു ഭയം, എന്തോ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ പിള്ളേർ അങ്ങനെയല്ല, ഭയങ്കര കാഷ്വൽ ആയിട്ടാണ് വന്ന് ഒരു ഫ്രണ്ടിന്റെ വീട്ടിലൊക്കെ പോകുന്ന പോലെ വന്ന് അഭിനയിച്ച് പോവുകയാണ്. ഭയങ്കര ഫ്രീ ആ പിള്ളേർ. നമ്മളൊക്കെ ലൊക്കേഷൻ ചെല്ലുമ്പോൾ അതിശയിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ പിന്നെ സീനിയേഴ്സിന്റെ മുമ്പിലൊക്കെ നമ്മളിങ്ങനെ നിൽക്കാൻ പോലും പേടിയായിരുന്നു. സുമാരി ചേച്ചിയും അങ്ങനെ എല്ലാം വലിയ വലിയ ആർട്ടിസ്റ്റിൻ്റെ ഒക്കെ കൂടെ സീരിയലിലും സിനിമയിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തെന്ന് പറഞ്ഞാൽ അവരിരിക്കുന്ന സ്ഥലത്ത് പോയി നിന്ന് ഇരിക്കാൻ പോലും പേടിയാണ്. അല്ലെങ്കിൽ ഭയങ്കര വിനയത്തോടെയാണ് അവരോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലും. ആ ഒരു കാര്യത്തിൽ ഇന്നത്തെ പിള്ളേർക്ക് അങ്ങനെ ഒരു വേർകൃത്യം അവർക്കില്ല. സീനിയർ ആണെന്നോ അങ്ങനെയുള്ള ഓൾറെഡി എനിക്ക് തോന്നുന്നു അവർ അതെ മൊബൈൽ എടുത്തൊരു ചാനൽ തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ അതിന് അറപ്പൊന്നാമത് മാറി കാണും സംസാരിക്കാനുള്ള. പിന്നെ കുറച്ച് എല്ലാവരും ഫ്രണ്ട്ലി അല്ലേ? ഇപ്പം എല്ലാവരും ഫ്രണ്ട്ലി ആയാലേ പറ്റുള്ളൂ. വലിയൊരു മാറ്റമാണ് ഈ ഇത്രയും വർഷങ്ങൾക്കിടയിൽ സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ മാറ്റം അതാണ്. പിന്നെ കുറച്ചും കൂടെ കാഷ്വൽ ആണ് ഇപ്പം. പണ്ടത്തെ പോലെ ഇങ്ങനെ ഭയങ്കര ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള പെർഫോമൻസസ് ഇപ്പം ഇത്തിരി കുറവാണല്ലോ. എല്ലാവരും വളരെ കാഷ്വൽ ആയിട്ടാണ്. ചേട്ടനിലേക്ക് വരുവാണെങ്കിൽ ചേട്ടൻ എന്താ പറയുക, നല്ല കഥാപാത്രങ്ങൾ ചെയ്തു, കുറേ ഗ്ലാമർ പരിവേഷമുള്ള കഥാപാത്രങ്ങൾ ചെയ്തു സീരിയലിലായാലും. അപ്പോൾ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു നായകൻ സിനിമയിലേക്ക് പോകണം എന്നുള്ളൊരു ചിന്ത നമുക്ക് എപ്പോഴും കാണും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചിന്ത ഏത് സമയത്തായിരിക്കും വന്നിരിക്കുന്നത്? കാര്യം ഏത് സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും? അല്ല, സീരിയൽ ഞാൻ ചെയ്യുന്നതിന് മുൻപാണ് ഞാൻ സിനിമയിലാണ്, അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമയിൽ കൂടാണ് ഞാൻ സിനിമ ഇതിൽ വരുന്നത്. അത് ലാളനം എന്ന് പറയുന്നൊരു സിനിമയായിരുന്നു. ആ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പം തന്നെ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് സിനിമയിൽ തന്നെ നായകനായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ സമയം ഒത്തു വന്നില്ല. പിന്നെ പതുക്കെ കൊണ്ട് പെട്ടെന്ന് വന്നൊരു സീരിയൽ ഹീറോ ആയിട്ടൊരു കഥാപാത്രം വന്നു. പിന്നെ അതിൽ ചെയ്തു. പിന്നെ ഇതിലങ്ങ് കണ്ടിന്യൂ ചെയ്തു പോയി. ആഗ്രഹം ഇല്ലാതിരിക്കുന്നില്ല, ആഗ്രഹം കാണുമല്ലോ. പിന്നെ ഭാഗ്യം എന്ന് പറഞ്ഞൊരു സാധനം തീർച്ചയായിട്ടും. ഇപ്പം
ഇവിടേക്ക് വരുവാണെങ്കിൽ എനിക്കൊരു ഡയലോഗ് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. എന്താണ്? നമ്മൾ ആ പിന്നെ ജൂനിയർ മാൻഡ്രേക്കിൽ എപ്പോഴും ഫേമസ് ആണ്, ഫോൺ വിളിച്ചിട്ട് തമിഴ് പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, അട്ടപ്പാടി മുത്തുലക്ഷ്മി. അട്ടപ്പാടി അട്ടപ്പാടി മുത്തുലക്ഷ്മി. മുത്തുലക്ഷ്മി. അതൊന്ന് റിക്രിയേറ്റ് ചെയ്താലോ ചേച്ചി? അയ്യോ, ഓർമ്മയില്ല എനിക്ക്. എങ്കിലും അറിയുന്നിടത്തോളം. അയ്യോ, എന്തോ ഒരു തമിഴ് ഡയലോഗ് ആയിരുന്നു. പിന്നെ ഒരു ഐസ്ക്രീം കുടിച്ചോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കൂട്ടുകാരെ തമ്മിൽ സംസാരിക്കുന്നുണ്ടല്ലോ അത്. ഉണ്ട്. അത് മറ്റേ ജഗദീഷ് ഏട്ടൻ പുറത്തിരിക്കുമ്പോൾ അതെ 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 ഒരു സീൻ. അത് രസമായിരുന്നു ആക്ച്വലി. ആ ലൊക്കേഷൻ നല്ല ഫണ്ണായിരുന്നു. ജഗദീഷ് ഏട്ടൻ ഒരിക്കലും നമുക്കൊരു ഭയങ്കര സീനിയറാണ് നമ്മളോട് വർക്ക് ചെയ്യുന്നതുള്ളൊരു ഫീൽ നമുക്ക് ഒരിക്കലും തന്നിട്ടില്ല. കംഫർട്ടബിൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ലൈക്ക് സോങ് സീക്വൻസ് ഒക്കെ എടുക്കുന്ന സമയത്തൊക്കെ കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ആ ഷോട്ടൊക്കെ എടുക്കാനൊക്കെ വന്ന ജഗദീഷ് ചേട്ടനോട് എല്ലാവരും അവിടെ നിന്ന് മാറിക്കേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര എന്താ വിഷമിച്ച് നിൽക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ എനിക്ക് ഇങ്ങനെ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ അപ്പം പറഞ്ഞ് അവിടെ നിൽക്കുന്നവരൊക്കെ ഒന്ന് മാറിക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വല്ലാതെ നമ്മളെ നല്ലോണം കെയർ ചെയ്യുന്നൊരു കോ ആർട്ടിസ്റ്റ് ആയിരുന്നു. ജഗദീഷ് ചേട്ടനോട് ഒരിക്കലും സീനിയറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പേടി തോന്നിയില്ല. ഇൻഫാക്ട് ഫസ്റ്റ് ഡേ ചെല്ലുമ്പോൾ ഒരു ഇതുണ്ടായിരുന്നെങ്കിലും ഭയങ്കര നല്ലൊരു മെൻഷനാണ് കേട്ടോ ആ കാര്യത്തിൽ. ലൈക്ക് നല്ലൊരു കൊളീഗായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് മരിച്ച സമയത്ത് പോയായിരുന്നു? ഇല്ല, ആ സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു, നാട്ടിലായിരുന്നു. പോകാൻ പറ്റിയില്ല. അപ്പം ചേട്ടാ ഇങ്ങനെ മിണ്ടായിരിക്കുമ്പോൾ എനിക്ക് ഇല്ലില്ല, എന്തെങ്കിലുമൊക്കെ പറയുമ്പം അങ്ങനല്ല ഇങ്ങനെയൊന്നും പറയണ്ടായി. പറയട്ടെ. അല്ല, ഇതുവരെയുള്ളതിനകത്തൊന്നും ഒബ്ജക്ട് ചെയ്യാനൊന്നുമില്ല. ഇത് പറയുന്നതെല്ലാം പിന്നെ സത്യമായ കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ അയ്യോ നീ അത് പറഞ്ഞത് തെറ്റാണല്ലോ, അതിങ്ങനാണല്ലോ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. സത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാം. ഒരു 5 ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കും. 5 അല്ല 3 ക്വസ്റ്റ്യൻ ചോദിക്കാം. അത് ബുദ്ധിമുട്ട് പറയത്തില്ല, ഉണ്ടായിരിക്കും. നമ്മള് കോൺട്രവേഴ്സീസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, കാഷ്വൽ ആയിട്ട് പറയാൻ പറ്റുവാണെങ്കിൽ നമുക്ക് മുഖത്ത് നോക്കാൻ പറ്റത്തില്ല. ചോദ്യം ഇത്രേ ഉള്ളൂ. എല്ലാവരും തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. കാഷ്വലി ഉള്ള ചോദ്യമാണ്. ചോദിക്കും. ചേട്ടന് ഇഷ്ടപ്പെട്ട ഭക്ഷണം? ഇഷ്ടപ്പെട്ട ഭക്ഷണം ചോറ്, ചമ്മന്തി, പയറ് തോരൻ, മീൻ വറുത്തത്, മീൻ കറി. ചേച്ചിക്ക്? ഈ നാടൻ ഭക്ഷണങ്ങളെ വലിയ ഇഷ്ടം. ഫ്രൈഡ് റൈസും പിന്നെ നൂഡിൽസ് പിന്നെ ചില്ലി ചിക്കൻ. ഇതാണ് നാടൻ? ഇത് നാടൻ അല്ല, നാടൻ എനിക്കാണ് നാടൻ ഭക്ഷണമാണ്. ഏറ്റവും കൂടുതൽ. നമ്മളിപ്പോ എന്ത് പറഞ്ഞാലും നമ്മളൊരു കടയിൽ ഫസ്റ്റിലേക്ക് ചെല്ലുമ്പോ ചിക്കൻ നൂഡിൽസ് അല്ലേ, സ്ഥിരം വർഷങ്ങളായിട്ട് ഹോട്ടലിൽ ചെന്നാലും ഇവിടെ നമുക്ക് വെറൈറ്റി ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞ് കയറും. എല്ലാരും ഓർഡർ ചെയ്ത് വരുമ്പോ അവസാനം ലാസ്റ്റ് വെറൈറ്റി ചിക്കൻ. അത് നമുക്ക് 25 വർഷമായിട്ട് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. അത് എനിക്ക് എന്റെ കാര്യം പറഞ്ഞത് വളരെ കറക്റ്റാണ്. എന്റെ കാര്യം പറഞ്ഞത് കറക്റ്റാണ്. ഫുഡിന്റെ കാര്യം. ചേച്ചിയുടെ ചുരിദാറിന്റെ സൈസ് എത്രയാ? അതൊന്നും അറിയാൻ പറ്റത്തില്ല. വളരെ വാങ്ങിച്ചു കൊടുക്കാറില്ല. വാങ്ങിച്ചു കൊടുക്കല്ല, നമ്മൾ എടുക്കാൻ പറയും. എടുക്കും. ഷർട്ടിന്റെ സൈസ് എത്രയാ ചേച്ചി? 44 അല്ല 42. അത് ലൈക്ക് അത് 42 ചില ബ്രാൻഡില് 42 ആണെങ്കിൽ ചിലത് 44. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് അതിങ്ങനെ വണ്ണം കുറയുമ്പോ 42, വണ്ണം കൂടുമ്പോ 44 ആയിട്ട്. ഞാൻ അധികം ഇനി ചോദിക്കില്ല. ചിലപ്പോ ഇനി ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലേ ഞാൻ ഇറങ്ങുമ്പോ എന്നെ ചേട്ടൻ ഫോൺ ചെയ്യും, എന്നെ കാണാതെ. അതുകൊണ്ട് അത് വേണ്ട. ഇപ്പം നിലവിൽ രണ്ടുപേരും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റുകളെന്ന് പറയാമോ ചേട്ടൻ്റെ? ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ 2 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സി കേരളത്തിൽ മിഡിരണ്ടിലും എന്ന് പറഞ്ഞ പ്രോജക്റ്റാണ്. അതിനുശേഷം പിന്നെ ഏഷ്യാനിലിപ്പം ഏതോ ജന്മകൽപ്പനയിൽ അതിനകത്ത് ചെയ്യുന്നുണ്ട്. റണ്ണിങ് നിലവിൽ അത് രണ്ടുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല വ്യൂവർഷിപ്പ് ഉള്ള സീരിയലാണ് മിഡിരണ്ടിലും. അതുപോലെ തന്നെ ഏഷ്യാനിൽ ഏതോ ജന്മകൽപ്പനയിൽ രണ്ടും നല്ല രീതിയിൽ പോകുന്നു. ഈ മിഡിരണ്ടിൽ ഇപ്പോൾ ഒരു ഹീറോ മാറിയിട്ട് അടുത്ത ഹീറോ വന്നപ്പം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ പ്രേക്ഷകർ? അത് പെട്ടെന്ന് അങ്ങോട്ട് ഇതുവരെ എടുത്തിട്ടില്ല. ഗ്രാജുവലി എടുക്കുമായിരിക്കും. എന്നുവെച്ചാൽ ഒരാളെ ഇത്രയും 1.5 വർഷം ചെയ്ത അതിനി വേറെ ആര് വന്ന് ചെയ്താലും നമുക്ക് കുറച്ച് സമയം എടുക്കും. ബേസിക്കലി എന്താ പ്രശ്നം, ഈ ആദ്യം ചെയ്ത് വെച്ച ആളിനെ വെച്ച് എല്ലാം കമ്പാരിസൺ ആയിരിക്കും. കമ്പയർ ചെയ്ത് എല്ലാ സീനായാലും കമ്പാരിസൺ ആയിരിക്കും. പതിഞ്ഞോണ്ടാണ് മറ്റേ പുള്ളി. അത് 2 വർഷത്തിന് അടുപ്പിച്ച് പുള്ളിയുടെ ഫേസ് ഇന്ന ക്യാരക്ടറിനെ എല്ലാരും കണ്ടോണ്ടിരിക്കുകയല്ലേ. പെട്ടെന്ന് ഫേസ് മാറി, സൗണ്ട് അത് തന്നെയാണ്. പിന്നെ ഒരുപാട് സീരിയൽ ഇങ്ങനെ ആർട്ടിസ്റ്റുകൾ മാറുന്നുണ്ട്. പക്ഷെ പതുക്കെ കൊണ്ട് അവർ അങ്ങ് എടുക്കും, അവരങ്ങ് മറക്കും. അല്ല, ചേച്ചിയുടെ എടുക്കാൻ പാർവതി ലക്ഷ്മി മാറി. ലക്ഷ്മി അല്ലേ ഇപ്പൊ വന്നിരിക്കുന്നത്? പാർവതി എന്ന് പറയുന്ന ക്യാരക്ടർ ടൈറ്റിൽ റോളാണ് മാറിയത്. അതെ. അപ്പം ഞാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ലൊക്കേഷനിൽ. അപ്പൊ അവിടെ അതെ. അപ്പൊ എല്ലാവരും ഇന്റർവ്യൂ എടുത്തപ്പോഴും ലക്ഷ്മിയുടെ എടുത്തപ്പോൾ ലക്ഷ്മി പറഞ്ഞു കയറുന്നില്ലായിരുന്നു, കുറച്ച് കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി 0.65 ഒക്കെ ആയെന്ന് പറഞ്ഞു. അപ്പൊ സ്വീകരിക്കുന്നുണ്ടെന്നല്ലായിരിക്കും. ചേച്ചിയുടെ ഒപ്പീനിയൻ എന്താണ് അതിനകത്ത്? ഞാൻ ആ സീരിയലിനകത്ത് ആക്ച്വലി എൻ്റെ ക്യാരക്ടർ ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് വരുന്ന ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ മരിച്ചുപോയൊരു കഥാപാത്രം. അതിലെ നായകൻ്റെ അമ്മ മരിച്ചുപോയി. പക്ഷെ
ഈ പെൺകുട്ടിക്ക് യക്ഷികൺസൊക്കെ മാത്രം ഒന്നുമില്ല. വെള്ള സാരി മറ്റേ ദംഷ്ടം ഒന്ന് വന്ന് അങ്ങനത്തെ ഒരു ഭീകര രൂപമല്ല. എങ്ങനെ ഏത് ഡ്രസ്സിലാണോ മരിച്ചത് അതേ ഡ്രസ്സിൽ തന്നെയാണ് എപ്പോഴും അതായത് ഓർമ്മ ആ ഓർമ്മ ആ ഡ്രസ്സിൽ ആ കുട്ടിക്ക് മാത്രമല്ലേ കാണാൻ പറ്റൂ. ആ അതിൽ പാർവതി എന്ന് പറയുന്ന കഥാപാത്രത്തിന് മാത്രമേ ഈ അമ്മയെ കാണാൻ പറ്റൂ. എന്നെ കാണാൻ കാണാൻ പറ്റുള്ളൂ. പറ്റത്തുള്ളൂ. ബാക്കി ആർക്കും എന്നെ കാണാൻ പറ്റില്ല. പക്ഷെ അവർക്ക് അറിയാം ലൈക്ക് ഈ ഒരു സാന്നിധ്യം ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ കുട്ടിക്ക് മാത്രമേ നേരിട്ട് കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ എത്ര എപ്പിസോഡ്സാണ് ഇപ്പൊ അങ്ങനെ വന്നോണ്ടിരിക്കുന്നു? ആദ്യം മുതലേ ഇങ്ങനെ തന്നെയാ. ആ സീരിയൽ തുടങ്ങുമ്പോഴേ ഞാൻ ഇപ്പം എത്ര 500 കഴിഞ്ഞിട്ട് 300 കഴിഞ്ഞു. അതായത് കാര്യം സെലിബ്രേഷൻ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. 300 സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. 350 എപ്പിസോഡ്സ്. അപ്പൊ ഇതിനകത്തെല്ലാം ചേച്ചി ആ ഒരൊറ്റ കോസ്റ്റ്യൂമിൽ ഈ ഒരു തന്നെയാണ്. കോസ്റ്റ്യൂം. പിന്നെ ഫ്ലാഷ് ബാക്ക് വരുന്നുണ്ട് ഞങ്ങൾക്ക്. അപ്പൊ കുട്ടിയായിട്ടുള്ള ഫ്ലാഷ് ബാക്സ് വരുന്നു. മരിച്ചു പോയത് ഈ സാരിയില്ല, പിന്നെ വേഷം മാറി വരാൻ പറ്റത്തില്ല. അല്ല എനിക്ക് തോന്നുന്നതേ ഡ്രസ് മാറാൻ അല്ല പറ്റില്ല. എനിക്ക് തോന്നുന്നത് ചേച്ചിക്ക് അധികം പൈസ ചെലവില്ലാത്തൊരു അത് സീരിയലായിരിക്കും. ആ ലൊക്കേഷൻ ചെല്ലുമ്പോ എല്ലാവർക്കും അതില് ഡിനി വരുമ്പോ ഡിനി ഇങ്ങനെ എല്ലാ എപ്പിസോഡിലും എല്ലാ സ്കെഡ്യൂളിലും 15-20 സാരിയും അതിനനുസരിച്ച് ജ്വല്ലറി എല്ലാം വാങ്ങുമ്പോ എന്നെ കാണുമ്പോഴോ കൊതിയാവുന്നത് കണ്ടിട്ട് ഈ ഒരു സാരിയിൽ ഇന്ന് എല്ലാ ദിവസവും വരുമ്പോ എനിക്ക് അസൂയ തോന്നുന്നൊക്കെ ഇങ്ങനെ അവിടെയുള്ളവർ പറയും. ഞാൻ പറയും നിങ്ങൾക്കത്, പക്ഷെ എനിക്കിത് ഉടുത്തുടുത്ത് എനിക്ക് മതിയായി. അപ്പൊ ഫ്ലാഷ് ബാക്ക് തന്നെ അസിസ്റ്റന്റ് വിളിച്ച് പറയുമ്പോ തന്നെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഓ ഡ്രസ്സൊന്നും മാറി കിട്ടുമല്ലോ എന്ന്. അങ്ങനെ ഫ്ലാഷ് ബാക്ക് ഈ മോന്റെ ചെറുപ്പം കാണിക്കുന്നുണ്ട്. അപ്പൊ അവന്റെ ഓർമ്മ കാണിക്കുന്നതിനകത്ത് കുറെ ഫ്ലാഷ് ബാക്ക് സീൻസ് ഒക്കെ പോകുമ്പോ അങ്ങനെ പോകുന്നു. രാവിലെ ഇപ്പം ചേച്ചിയുടെ കോസ്റ്റ്യൂമിന്റെ കാര്യം പറഞ്ഞു. ചേച്ചി എന്തെങ്കിലും പറയാം? ഇല്ലില്ല, ഞാൻ എന്റെ വർക്കിന്റെ കാര്യമല്ലേ ചോദിച്ചത്. അപ്പൊ ഇതാണ് സീ കേരളത്തിൽ ചെയ്യുന്ന ഒരു അപ്കമിങ് പ്രോജക്റ്റ്. ഓഗസ്റ്റ് 5th സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏഷ്യാനെറ്റിൽ. അതില് പിന്നെ അമ്മ അറിയാതെ പോലെ തന്നെ ഒരു സീരിയലിന്റെ പേര് സ്നേഹക്കൂട്ട് എന്നാണ് സീരിയലിന്റെ പേര്. വൈകുന്നേരം 6:30 മുതൽ 7 മണി വരെ മൺഡേ ടു സാറ്റർഡേ. ഈ 6:30 മണിക്ക് സാധാരണ പൊതുവെ അത് റേറ്റിംഗ് വളരെ കുറവുള്ള ടൈമല്ലേ ആണ്. പക്ഷെ അതേ 6:30 മണിക്ക് 12 പോയിന്റ് അടിച്ച ഒരു സസ്നേഹം എന്ന് പറയുന്ന ഒരു സീരിയലും പോയിട്ടുണ്ട്. നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോ നല്ല കഥയാണെങ്കിൽ നല്ല കഥയാണെങ്കിൽ ആൾക്കാര് 6:30 മണിക്കും 6 മണിക്ക് വിളക്ക് കൊളുത്തിയിട്ട് 6:30 വന്നിരുന്ന് കാണുന്ന അമ്മമാരുണ്ട്. പെട്ടെന്ന് വിളക്ക് കത്തിച്ചിട്ടാണ് അങ്ങനെയുള്ള അമ്മമാരും ഉണ്ട്. സീരിയൽ നല്ലതാണെങ്കിൽ കാണാം. അതെ. ഇപ്പം ചേട്ടനെ ഇപ്പം ഫേസ് കാണുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ഒരു സന്തോഷം, വിഷമം എന്ന് പറയുമ്പോൾ നല്ല സന്തോഷം ഫീൽ ചെയ്തു. സന്തോഷം ഫീൽ ചെയ്തു. സന്തോഷം ഫീൽ ചെയ്യുന്നതാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ചേച്ചി 5-ാം തീയതി അടുത്ത സീരിയൽ ജോയിൻ ചെയ്യാൻ പോകുന്നു. അപ്പം ചേട്ടന് 2 സീരിയൽസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയ്ക്ക് എന്തോ ഒരു സന്തോഷം ഉണ്ടല്ലോ ചേട്ടാ. കോയിൻസിഡൻസ് എന്താ അറിയോ, ഞങ്ങൾ രണ്ടുപേരും സീയിലും ഏഷ്യാനെറ്റിലും വർക്ക് ചെയ്യുന്നത്. വീട് രണ്ടിലും പാർവതിയും സീ കേരളം ഏഷ്യാനെറ്റിലാണ് മറ്റേ 2 സീരിയൽ. ഒരേ സമയമാണോ? ടൈം വേറെയാണ്, പക്ഷെ രണ്ടുപേരും വർക്ക് ചെയ്യുന്ന ഒരേ ചാനലാണ്. സന്തോഷത്തിന്റെ കാര്യം എന്താ പറയുക? അല്ല എനിക്ക് ഫീൽ ചെയ്ത കേട്ടോ, ഫീൽ ചെയ്തോ? കാരണം ഞാൻ അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര പ്ലസന്റ് മൂഡിലാണ്. ഞാൻ അന്ന് അവിടെ കണ്ടപ്പോൾ എനിക്ക് യാത്രയിലായിരിക്കും കുറച്ച് ക്ഷീണിതനായിട്ട് തോന്നിയത്. ഇന്നും ഞങ്ങൾ രാവിലെ തൊട്ട് ഷോപ്പിംഗ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഷോപ്പിംഗ് ആയിരുന്നു. വൈകിട്ട് വന്നപ്പോഴും നിങ്ങൾ ലേറ്റ് ആവുന്ന കണ്ടപ്പം പിന്നെ വെള്ളം തന്നെ ഒരു കാര്യം കൊടുക്കാനായിട്ട് ജംഗ്ഷൻ വരെ പോയി. അല്ല ഞങ്ങൾ അന്നേരം പുറത്ത് കിടപ്പുണ്ടായിരുന്നു. ഫോൺ ഓഫായി പോയി വിളിക്കുന്ന സമയത്തിന്. എന്നെ കാരണത്ത് കുത്തിയിട്ടാണ് ചേട്ടൻ വിളിക്കുന്ന ടൈമിൽ എടുത്തത്. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഹാപ്പി ആണെന്ന് മനസ്സിലായി. രണ്ടുപേരും തെറ്റിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇല്ലെങ്കിൽ വേണ്ട, ഈ ഹാപ്പിനെസ് കളയണ്ട. പാചകം ചെയ്യുമോ? പിന്നെ എന്തൊക്കെയാ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്? അല്ല എനിക്കിഷ്ടമുള്ള പാചകങ്ങളെല്ലാം ചെയ്തു തരും. കാര്യം എനിക്കിഷ്ടമുള്ളതാണ് നമ്മുടെ, ഞാൻ പറഞ്ഞില്ല ഇഷ്ടമല്ലാത്തതൊന്നുമില്ല. അതല്ല, മീൻകറി വെക്കാൻ ഭയങ്കര മടിയായിരുന്നു. മടിയെന്ന് വെച്ചാൽ ഇത് കട്ട് ചെയ്ത് വെക്കാൻ, അത് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ച് തരും. ഇവിടെ എല്ലാവരുടെയും കോമൺ ചോയ്സ് ചിക്കനാണ്. അപ്പൊ എനിക്ക് ഫിഷിനോടാണ് കൂടുതൽ ചെയ്യാത്തതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അമ്മ ഇവര് കൊല്ലമാണല്ലോ. അപ്പൊ ഫിഷ് ഇവരുടെ ഒരു ഭയങ്കര ഒരു ഡെലിക്കസി. അതെ, ഇവർക്ക് അമ്മ വെക്കുന്ന മീൻകറി ഭയങ്കര ടേസ്റ്റാ ഉള്ളത് പറയാലോ. ഭയങ്കര ടേസ്റ്റി ആയിട്ട് അമ്മ മീൻകറി വെക്കുന്നത്. ഒരുപാട് പേര് വെക്കുന്നൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ മീൻകറി അമ്മ വെക്കുന്നത് പോലെ ആരുടെയും അതിനടുത്ത് വന്നിട്ടില്ല. അപ്പം ഞാനൊരു കറി, എനിക്ക് തോന്നുന്ന മീൻകറി ഞാൻ വെക്കുമ്പോഴുടനെ അമ്മയുടെ കറി വെച്ചിട്ട് ഒരു കമ്പാരിസൺ നടക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അതാ മേഡാമൊക്കെ വീട്ടിൽ പോയി എങ്ങനെ കഴിച്ചാൽ മതി. മീൻകറിന്ന് ഞാൻ പിന്മാറി, അത്രേ ഉള്ളൂ. ചിക്കൻ എല്ലാം വെക്കും. ബീഫും ചിക്കനും മട്ടനും മീനും എല്ലാം വെക്കും. സമയമുള്ള സമയങ്ങളിൽ നമ്മൾ ഇവിടെ ഉള്ള സമയങ്ങളിൽ ഷൂട്ടില്ലാത്ത സമയത്ത് മിക്കവാറും ഞങ്ങളുടെ സ്കെഡ്യൂളൊക്കെ ഒരേപോലെ ആയിരിക്കും. 1-15 അങ്ങനെ ആയിരിക്കും ഒരു മാസത്തിൽ. അപ്പൊ ബാക്കി ടൈം നമ്മൾ വീട്ടിലല്ലേ. അല്ല അങ്ങനെയാണല്ലോ സ്കെഡ്യൂൾ വരുന്നത്. അങ്ങനെയല്ലേ 1 to 15 അല്ലേ വരുന്നത്? 15-30 ഇപ്പൊ എനിക്ക് 1 to 15 ഏട്ടന് 15-30 ആണെങ്കിൽ തീർന്നു, ഒരു മാസം പോയി. ഞാൻ വീട്ടിൽ വരുമ്പോ കാണത്തില്ല. 15 ദിവസം അന്നേരം എങ്ങനെയായിരിക്കും ഭക്ഷണമൊക്കെ അന്നേരം ഇവിടെ? അല്ല ഞാനും അമ്മയെടുത്ത് പോകും.
അമ്മ ഇവിടെ ആ, അടുത്ത് അടുത്താണ് താമസിക്കുക. അമ്മയുടെ അടുത്ത് പോകും, അല്ലാത്ത പുറത്തുനിന്ന് വാങ്ങും. ഇവിടെ ഒരുപാട് ടേക്ക് അവേസ് ഉണ്ടല്ലോ. ഇപ്പൊ രണ്ടുപേരേ ഉള്ളൂ, നിങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. അല്ല രണ്ടാമത് ഒരാള് ട്യൂഷൻ പോയി. ഞങ്ങൾക്ക് 2 ആൺകുട്ടികളാണ്. ഒരാള് പറഞ്ഞു PG കഴിഞ്ഞു. ആ രണ്ടാമത്തെ ആള് 10th. ഇപ്പോഴും പറഞ്ഞു ചോദിച്ചേട്ടോ. അതല്ല ഇങ്ങനെ പറഞ്ഞു ഉള്ള പ്രായം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല ചേട്ടന് വയസ്സ് കുറവല്ലേ? അല്ല ഞാൻ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ, എക്സ്പെഷ്യലി കമ്പാരിറ്റീവ്ലി പറഞ്ഞതേ ഉള്ളൂ. നേരത്തെ തുടക്കം ഇട്ടായിരുന്നല്ലോ, ഏതോ വയസ്സാരും വെഡിങ് ആനിവേഴ്സറിയുടെ ആരും പറഞ്ഞപ്പോൾ പിടിക്കുമെന്നൊക്കെ. അതൊന്നുമില്ല, പിടിക്കട്ടെ. അല്ല ഞാൻ പറഞ്ഞതാണ്, നമുക്ക് എപ്പോഴും സന്തോഷമുള്ളപ്പോഴാണല്ലോ നമ്മുടെ ചെറുപ്പം നമുക്ക് കീപ്പ് ചെയ്തിട്ടുണ്ടാകാൻ പറ്റുന്നത്. ഹാപ്പി ആണെന്ന് മനസ്സിലായി. മൂത്താൾ എവിടെ പഠിക്കുന്നത്? ബാംഗ്ലൂരായിരുന്നു. MSc കഴിഞ്ഞു. ഇപ്പൊ പ്ലേസ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഒരു ഇന്റർവ്യൂ ഇപ്പൊ ഉടനെ ഉണ്ട്. ചെറിയ ആള് 10th സെന്റ് തോമസിൽ ട്യൂഷൻ പഠിക്കുക ആളല്ലേ? ഇടയ്ക്കൊരു കാര്യം ചോദിക്കട്ടെ, സ്പെക്സ് സ്ഥിരം വെക്കാറുണ്ടായിരുന്നോ? ഇതോ ഈ പാട് ഞാൻ കുഞ്ഞിലെ അപ്പുറത്തില്ല. എല്ലാരും ചോദിക്കും സ്പെക്സിന്റെ പാടാണ്. ഇവിടെ ഉണ്ടല്ലേ? ഇതെല്ലാം ആക്സിഡന്റ് അല്ലേ? ചെറിയ ആക്സിഡന്റ്സ് ചെറുപ്പത്തില്. സൈക്കിൾ ഓട്ടുമ്പോഴൊക്കെ ആയിരുന്നോ? ഇതിനൊക്കെ രസം. ഇതൊന്നും ഞാൻ ഓടിച്ചു പോയി വീണതല്ല, കൊണ്ട് മറച്ചിട്ട്. ഞാൻ പാസഞ്ചർ ആയിരുന്നു എല്ലാത്തിലും. ഈ ഡ്രൈവിംഗ് എങ്ങനെയുണ്ട്? തീ പാറോ? സൂപ്പറാ. ഇങ്ങനെ ഇരിക്കും നമ്മൾ വിചാരിക്കും ഡ്രൈവിംഗ് വണ്ടി ഓടിക്കാറില്ല. ലോറി വേണമെങ്കിലും കൊടുത്താൽ എങ്ങനെ? സൂപ്പറാണ്. സൂപ്പറാണ്. 90 ഒക്കെ താണ്ടി ഇവിടെയൊക്കെ താണ്ടില്ലേ, നിന്ന നിപ്പിൽ തന്നെ വളച്ച് കയറ്റി ദിവസം ചെയ്ത് കയറ്റി. വണ്ടി നോക്കട്ടെ എത്ര സ്ക്രാച്ച് ഉണ്ടെന്ന്. ഇല്ല അതൊക്കെ ഓക്കെയാ. ഏതാ വണ്ടിയൊക്കെ ഉള്ളു? സാൻഡ്രോ ഉണ്ട്, പിന്നെ കൊറോല ഉണ്ട്. ചേച്ചി സാൻഡ്രോ ചെറിയ വണ്ടിയല്ലേ? അതിലാണോ ലൊക്കേഷനിലൊക്കെ പോകുന്നത്? അല്ല, ഞാൻ ലൊക്കേഷനിൽ പിക്കപ്പ് ആണ്. ഒരുപാട് ലേറ്റ് ആവും. എപ്പോഴും തീരുമ്പോ 9:30, 9:45, 10 അടുപ്പിച്ചോ. പിന്നെ ആ കഴക്കൂട്ടത്ത് നിന്ന് ഇവിടെ വരെ രാത്രി ഡ്രൈവ് ചെയ്യാനുള്ള നമുക്ക് സൗകര്യം. നമുക്ക് ചേട്ടൻ എങ്ങനെ? ചേട്ടൻ അല്ല, ഞാൻ വണ്ടി തന്നെ വണ്ടിയിലങ്ങ് പോകും. നമ്മുടെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ വരാം. മറ്റേതിന് വെയിറ്റ് ചെയ്യേണ്ടി വരും, നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല, തീരുന്നത് 10 മണിക്കാണ് ഷൂട്ട്. പിന്നെ വെയിറ്റ് ചെയ്യൊന്നുമില്ല. ചേട്ടാ നമ്മൾ അന്ന് പറഞ്ഞ പോലെ തന്നെ ഈ മഹേഷ് ചേട്ടൻ്റെ ഒരു കാര്യം ഞാൻ പറയും, ഇൻഷർട്ട് ചെയ്ത് മറ്റേ രാജ്ദൂത് വണ്ടിയിലൊക്കെ പോകുന്ന യമഹ RX-ിലൊക്കെ പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു സിനിമ. ചേച്ചിയുടെ അതേ ആ കാലഘട്ടം തന്നെ അഭിനയിക്കുന്നത്. ജഗദീഷ് ചേട്ടനൊക്കെ ടീഷർട്ടും ജീൻസും ഒക്കെ ഇൻഷർട്ട് ചെയ്ത് ആ സമയത്തും ചേട്ടൻ ഞാൻ പറഞ്ഞില്ല ഇൻഷർട്ട് ചെയ്ത് വന്നായിരുന്നെങ്കിൽ ആ സമയങ്ങളിൽ അവരോടൊപ്പം ജോയിൻ ചെയ്തായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നു. പക്ഷെ കൂടുതൽ അധിക സിനിമകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോ ഈ ഒരു ഇപ്പൊ 2024 ആകുമ്പോൾ കുറെ അധികം സിനിമകളിൽ കുറെ നല്ല നെഗറ്റീവ് റോൾസ്, വില്ലൻ റോൾസ് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നല്ലേ? അതെ, നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഭാഗ്യത്തിന്റെ കാര്യം. അതെ. ഏറ്റവും വലിയ വിഷമം എനിക്ക് എന്താണെന്നറിയോ, അച്ഛൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു ഏതായാലും അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്തു, എന്നാ പിന്നെ മോനെ ഹീറോ ആക്കി ഒരു ലവ് സ്റ്റോറി എടുത്തുകൂടെ? അതെ തീർച്ചയായിട്ടും. അച്ഛൻ വല്ലവർ അല്ല, അന്ന് എന്നെ അറിയത്തില്ല. അതെല്ലാം കഴിഞ്ഞാ ഞങ്ങള് കാണും. അത് വിധി ഇങ്ങനെ എടുക്കണ്ടെന്ന് സീരിയലിൽ എടുക്കണമെന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്നത് 97-ലാണ്. ഈ മൂവി എടുക്കുന്നത് 94, 95 ആ കാലഘട്ടമാണ്. അപ്പം അന്ന് ഞാൻ പറയുന്നു, അച്ഛൻ അന്ന് ഏതായാലും സിനിമ എടുത്തു, എന്നാ പിന്നെ ഏട്ടനെ വെച്ചൊരു ഹീറോ ആക്കി ലവ് സ്റ്റോറി ഹീറോ ആയിരുന്നു എന്നുള്ളൊരു ആ ഒരു നെയിം ബോർഡ് അല്ലെങ്കിൽ ബ്രാൻഡ് നെയിം വന്നേനെ. മലയാള സിനിമയുടെ ചരിത്രം എടുക്കുമ്പോൾ നായകന്മാരുടെ ലിസ്റ്റിൽ ഒരു പേര് വന്നു. നേരത്തെ പറഞ്ഞില്ലേ മറ്റേ മഹേഷ് ചേട്ടനും ബൈജു ഇവരൊക്കെ വന്ന് ഇൻസേർട്ട് ഒക്കെ ചെയ്ത് ഒരുപാട് പടങ്ങൾ ചെയ്യും. അപ്പോഴും നമ്മള് അയ്യോ അതിനകത്ത് ഒരാള് ഞാനായിരുന്നെങ്കിൽ നമ്മള്. പക്ഷെ എവിടെയൊക്കെയോ മഹേഷ് ചേട്ടന്റെ ഒരു ചായയും അതുപോലൊക്കെ ഉള്ളൊരു ഫീല് ഫീല് വരുന്നുണ്ട്. ഞാൻ ചോദിക്കാൻ പോയതാണ്, അന്നും ചോദിക്കാൻ പോയതാ, ചേട്ടാ അങ്ങനെയൊക്കെ ഉള്ള സിനിമകളിൽ ഉണ്ടായിരുന്നു ഈ കൊക്കരക്കോ അല്ലെങ്കിൽ പിന്നെ ഇൻ ഹരിഹർ നഗർ അങ്ങനെയൊക്കെയുള്ള സിനിമകളിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇൻ ഹരിഹർ നഗറിൽ ജഗദീഷ് ചേട്ടൻ അല്ലെങ്കിൽ അശോകേട്ടൻ്റെ ഒരു സീന് ചേട്ടന് കിട്ടിയായിരുന്നെങ്കിൽ അതെങ്ങനെ ഒരു പൊലിപ്പിക്കുമായിരുന്നു ചേട്ടാ? അതിനേക്കാളും കുറച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു? അതോ പുള്ളിയുടെ രീതി നമുക്ക് ഓരോ രീതിയുണ്ട് ചെയ്യുന്നതിനുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ കഴിഞ്ഞിട്ട് കുറെ അഭിനയം ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. കിട്ടിയിരുന്നൊക്കെ ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? അതൊന്നും പറയാൻ പറ്റില്ല, ആ സമയത്ത് എന്താ നമുക്ക് തോന്നുന്നു. അല്ല ആഗ്രഹിച്ച ഏതെങ്കിലും? ഇഷ്ടംപോലെ നമ്മള് ഞാൻ ഈ തലസ്ഥാനത്തില് വൈജു ചെയ്ത വേഷം ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര സെന്റിമെന്റൽ ആയിട്ടുള്ള ഈ നല്ല ചേട്ടനായിട്ട് ഭയങ്കര മൂവിയിലെ മമ്മൂട്ടിയൊക്കെ ചെയ്ത പോലത്തെ കഥാപാത്രങ്ങളാണ്. പിന്നെ അൽഫോൺസാമ്മയില് അൽഫോൺസാമ്മയുടെ ബ്രദറായിട്ടൊരു ക്യാരക്ടർ ചെയ്തായിരുന്നു.
ഏഷ്യാനെറ്റില്. നല്ല എനിക്ക് സെന്റിമെന്റ്സ് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ചെയ്യാൻ കരയാനൊക്കെ പറ്റും. അതെ അതെ. പറ്റും. കാരണം കണ്ണെപ്പോഴും ജീവിതത്തിൽ കരയത്തില്ല. കരയാൻ എടുക്കണം. ജീവിതത്തിൽ ഒരിക്കലും കരയത്തില്ല. ജീവിതത്തിൽ ഭയങ്കര കരയണ്ടല്ലോ. ജീവിതത്തിൽ നേരത്തെ പറഞ്ഞ കണക്ക് സന്തോഷം. ഗ്ലിസറിൻ ഒന്നും വേണ്ട. ഇപ്പൊ തന്നെ കണ്ണ് നിറഞ്ഞു. അല്ല ഇത് പറഞ്ഞില്ല, ഇത് പറഞ്ഞില്ല. ഇടയ്ക്ക് ആനന്ദ കണ്ണീരായിരിക്കും. അതെ അതെ തീർച്ചയായിട്ടും. അല്ല കേട്ടതിന്റെ സന്തോഷം. തീർച്ചയായിട്ടും അങ്ങനെ. ചേച്ചി ഗ്ലിസറിന്റെ ആവശ്യമുണ്ടോ ഇപ്പൊ? ഗ്ലിസറിന്റെ ആവശ്യം വരാറുണ്ട്. പക്ഷെ ചില സീനൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പം സ്നേഹക്കൂട്ടിലൊരു സീൻ ചെയ്തായിരുന്നു. ഹസ്ബൻഡിന്റെ ഒരു ഭയങ്കര സെന്റിമെന്റൽ ഒരു സീനായിരുന്നു ഹോസ്പിറ്റലില്. ആ സീനിൽ പക്ഷെ ഗ്ലിസറിൻ ഇല്ലാതെ തന്നെ ബേബി അത് നമ്മൾ റിലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മുടെ അച്ഛനൊക്കെ മരിച്ച ഒരു സാഹചര്യം നമുക്കിങ്ങനെ ഓർമ്മ വരുമല്ലോ. അപ്പൊ തന്നെ കണ്ണ് നിറയും. അറിഞ്ഞോണ്ട് അഭിനയിക്കുന്നത് തന്നെ അല്ലേ? അല്ല അത് എന്താണെന്നറിയോ, നമ്മള് ഈ സീൻ വായിച്ചു തരുമ്പോൾ തന്നെ നമുക്ക് ചില സീൻ കയറി ചില ഡയലോഗ് കയറി കൊള്ളുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്കത് ഫീൽ ആവും. മനുഷ്യനാണ് ഫീൽ ചില ഡയറക്ടേഴ്സ് വായിച്ചു തരുന്ന സീൻ വായിച്ചു തരുന്ന രീതി ഉണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ അത് മനസ്സിലിങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ നടന്ന ഒരു കാര്യമായിട്ട് അത് റിലേറ്റ് ചെയ്യും പെട്ടെന്ന്. അപ്പം നമുക്ക് രണ്ടുപേർക്ക് അങ്ങനെയുള്ള സാഹചര്യം ലൈഫിൽ കടന്നു പോയത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് അതുമായിട്ട് അത് സ്ട്രൈക്ക് ചെയ്യും. സ്ട്രൈക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഞാനിപ്പം ചെയ്യുന്ന സീനിലും മിഡിരണ്ടിലും അതിനകത്ത് ഈ ഭയങ്കര ഇഷ്ടമാണ് മോളെ. മോക്കും അതുപോലെ അച്ഛനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ മോളുടെ പെട്ടെന്നൊരു അവസ്ഥയിൽ മോളുടെ കാല് മുറിച്ച് കളയണം, കല്യാണം നടക്കത്തില്ലെന്നൊക്കെ പറയുന്ന കുറേ സീക്വൻസ് പോയി. അതിൽ ഇങ്ങനെ മോളെ കാണുമ്പം തന്നെ കരഞ്ഞു പോവും. ആ ഡയലോഗ്സും ഇങ്ങനെ പറയുമ്പോഴും എടുത്തുകൊണ്ട് പോയി കിടത്തുമ്പോഴും ഒക്കെ അങ്ങനെയുള്ള സീക്വൻസ് ആകുമ്പോൾ നമ്മളത് ഗ്ലിസറിൻ്റെ ആവശ്യമൊന്നും വേണ്ടി വരുന്നില്ല. നമുക്ക് ആ ഫീൽ ചെയ്തങ്ങ് വരും. അല്ലെങ്കിലും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള സീൻ ചെയ്യുമ്പോഴേ പെട്ടെന്ന് കരച്ചിൽ വരും. ഈ സീരിയൽ എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ നമ്മൾ കരഞ്ഞു പോകുന്ന സീരിയലുകളാണ്. പക്ഷെ ഇപ്പം ഇറങ്ങുന്നതല്ല അങ്ങനല്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന സീരിയൽ കഥകളാണ് വരുന്നല്ലേ. മാറ്റങ്ങളുണ്ട്, മാറ്റങ്ങളില്ലേ ഇപ്പം സീരിയല്? പൊതുവെ എല്ലാവരും ഒരു പറച്ചില് ഫാമിലി ഓറിയന്റഡ് അതിനേക്കാൾ കൂടുതൽ അല്ലാത്തുള്ള ഇതിലേക്കൊക്കെ ഇപ്പം കുറച്ച് മാറിയിട്ടുണ്ട്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫുൾ ഫാമിലി മാത്രം ഒരുപാട് ആർട്ടിസ്റ്റ് ഒരു വീട്ടിൽ അങ്ങനെ വീട് മാത്രമായിട്ട് ഒരു 8, 10, 20 ആർട്ടിസ്റ്റ് ഒരേ വീട്ടിൽ തന്നെ ഉള്ള കഥകളായിരുന്നു ഒരു കാലഘട്ടം വരെ വന്നോണ്ടിരുന്നത്. അപ്പൊ അതിലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഉണ്ട്. ഒരു വീട്ടിൽ 10, 15 എനിക്ക് അത്രയും മേ ബി അങ്ങനെയുള്ള കഥകളായിരിക്കും ആൾക്കാർക്ക് സ്വീകരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പണ്ടത്തെ ഇവിടുത്തെ റൈറ്റേഴ്സ് എഴുതുന്ന ഇവിടുന്ന് സൃഷ്ടിക്കുന്ന കുറെ കഥകളുണ്ട്. ഇപ്പം അങ്ങനെ ഇപ്പൊ മോസ്റ്റ്ലി എല്ലാം റീമേക്ക് ആണ്. തമിഴ്, തെലുങ്ക് റീമേക്ക് നമുക്കൊന്നും അതിനകത്ത് മാറ്റങ്ങളൊന്നും വരുത്താനില്ല. അപ്പൊ അതുകൊണ്ട് പണ്ടത്തെ ഇത്രയും ഭയങ്കര മേക്കപ്പ് ഒന്നും മേക്കപ്പ് ഉണ്ട് അല്ല, ഈ പിന്നെ മാലകളും ഡ്രസ്സുകളൊക്കെ എങ്ങനെ ചേഞ്ച് ചെയ്ത് ഒരുപാട് ഭയങ്കര കൂടുതലാണ്. പക്ഷെ അതല്ല ഇപ്പൊ അത് കാണാൻ ആണ് ആഗ്രഹം സ്ത്രീകൾക്ക്. തീർച്ചയായിട്ടും അവരിടുന്ന ഇപ്പം ഈ പിന്നെ ഹിന്ദി സീരിയൽസ് എല്ലാം വരുന്നത് റീമേക്ക് ഇവർ ഡിമാൻഡ് ചെയ്യുന്നതും അതിൽ കണ്ടതുപോലെ തന്നെ ഒരുങ്ങാനാണ്. ഇപ്പൊ പാർവതിയിൽ ഞാൻ മറ്റേ ഈ ഫസ്റ്റ് ഡേ ചെന്നപ്പം അവർക്കിങ്ങനെ ഈ ലുക്ക് ടെസ്റ്റ് അല്ല, ജസ്റ്റ് ഇങ്ങനെ ഒരുങ്ങി വന്നപ്പോൾ അവിടെ മറ്റേ ചാനലിൽ നിന്ന് അവരും പ്രൊഡ്യൂസറും ഒക്കെ അങ്ങനെ എടുത്ത് ചോദിച്ചു, കുറച്ചും കൂടെ ഹെവി ജ്വല്ലറി ഇട്ടുകൂടെ, ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഭയങ്കര വലിയ സാധനങ്ങൾ കിട്ടൂടെ. അപ്പം ഞാൻ പറഞ്ഞു ഇതിലും വലുത് വേണമെന്ന് അവരാരും പറഞ്ഞിട്ടില്ല. അപ്പം പറഞ്ഞു തെലുങ്കിൽ അവർ അങ്ങനത്തെ ഇട്ടിരിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു തെലുങ്കിൽ ഇട്ടതുപോലെ ഇവിടെ മലയാളികൾ സ്വീകരിക്കത്തില്ല. ഇത് തന്നെ ചിലപ്പോൾ ചില ഈ സീല് ഈ ഷോർട്സ് ഇടുമല്ലോ, അങ്ങനെ ഇട്ടിരിക്കുന്നതിന്റെ അടിയിൽ ചെന്നിട്ട് നമ്മൾ കമന്റ്സ് ഒന്ന് വായിച്ചു നോക്കണം. നമുക്ക് ഈശ്വര ഇത് നമുക്ക് ട്രോളെന്ന് വിചാരിച്ചിട്ട് പറയാ ഇത്രയും മേക്കപ്പ് ചെയ്ത ഒരു യക്ഷിയെ ഞാൻ ജീവിതത്തിൽ ആദ്യം കാണുക, ഇങ്ങനെയൊക്കെ എഴുതും. അപ്പൊ ഞാൻ പറയാം അതിനെ ഇങ്ങനെ എഴുതുക, ഇത്രയും ഒരുങ്ങിയിട്ടേ ഇത് കുറച്ചും കൂടെ ഇത് വാരി വലിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും അവരുടെ ആഗ്രഹം. അവരങ്ങനെ കണ്ടതുകൊണ്ട് അവർക്ക് അതേപോലെ വേണമെന്ന് ആഗ്രഹം അവർ പറയും. പക്ഷെ നമ്മുടെ മലയാളികള് ഒരു പരിധിയിൽ കൂടുതൽ ഓവർ ആയിട്ടുള്ള മേക്കപ്പും ഒന്നും എടുക്കത്തില്ല. തീർച്ചയായിട്ടും അവർ കുറ്റം പറയുള്ളൂ. അതുപോലെ ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പം സ്ത്രീകളെല്ലാരും വീട്ടിലിരിക്കുന്ന അമ്മമാരൊക്കെ അല്ലെങ്കിൽ പെങ്ങന്മാരൊക്കെ നോക്കുമ്പോ കീർത്തി ഗോമത എന്ന ഏത് കറക്റ്റാണ്. അല്ല വേറൊന്നും അല്ല, ഇപ്പം കഥയെക്കാലം കൂടുതലും അവർ ഫസ്റ്റിലെ സീനിൽ വരുമ്പോൾ അവർ കൊടുത്ത ഡ്രസ്സുകൾ ആദ്യമേ ശ്രദ്ധിക്കും അല്ലേ. അതിനു വേണ്ടി ഇപ്പം എല്ലാ സീരിയലിലും കളർഫുൾ ആയിട്ടല്ലേ എല്ലാവരും വരുന്നത്. ഇപ്പൊ എല്ലാരും കൺചിമ്മുന്ന രീതിയിലാണ് വരുന്നത്. എല്ലാരും ഭയങ്കര സ്റ്റഡ്സ്, ഭയങ്കര ഞാത്ത് പോലത്തെ കമ്മലുകൾ, അതുപോലെ വലിയ മാല, പ്രത്യേകിച്ച് സാരി ഭയങ്കര വൈബ്രന്റ്. ഞാൻ ഡിനി ചേച്ചിയുടെ അവിടെ പോയപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി 2 സാരിയാണ് മാറ്റി കൊടുത്തത്.
അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഒന്ന് പച്ച ഒരു ഓറഞ്ച്. ഞാൻ പറയാ ചേച്ചി ഇത് കാണുമ്പോൾ തന്നെ ആൾക്കാരൊക്കെ ചേച്ചിമാരൊക്കെ ഓരോന്ന് ചോദിക്കുമല്ലോ, അപ്പോൾ ഇഷ്ടംപോലെ പറയാം. നമുക്കൊരു കൺസെപ്റ്റ് ഇവിടെ എന്താ വെച്ചിരിക്കുന്നത് വെച്ചാൽ നെഗറ്റീവ് റോള് ചെയ്യുന്നയാൾ ഓവർ ഡ്രസ്ഡ് ആയിരിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അഭിനയത്തെക്കാൾ കൂടുതൽ ഇവരുടെ കാഴ്ചയിൽ ഇവർ ഇങ്ങനെ ഇരിക്കണം എന്നൊരു സ്റ്റീരിയോ ടൈപ്പ് ആയി പോയി. ഇപ്പം നെഗറ്റീവ് റോൾ ഇങ്ങനെ വേണം, 1-2 പേര് പണ്ട് ചെയ്തത് കൊണ്ട് ആ ഒരു രീതിയിൽ വേണം. അതായത് നെഗറ്റീവ് ചെയ്താൽ ഉടനെ ഭയങ്കര മേക്കപ്പ്, ഭയങ്കര ഹെയർ ഡു, മുടിയിൽ കുറെ സാധനങ്ങളൊക്കെ എക്സ്ട്രാ ആക്സസറീസ് ഒക്കെ വെച്ചു, വലിയ കമ്മല്, മാല, ഓവറായിട്ടുള്ള സാരികൾ, ഇതെല്ലാം ഉടുത്താലേ നെഗറ്റീവ് പൊലിക്കത്തുള്ളൂ എന്നുള്ളൊരു ഫീല് പൊതുവെ വന്നുപോയി. അപ്പൊ അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എക്സ്പെക്ടേഷൻ എത്തുന്ന രീതിയിലേക്കാണ് എല്ലാവരും ഇപ്പൊ ഒരുങ്ങുന്നത്. തീർച്ചയായിട്ടും അത് വേണമായിരിക്കും. ഇത് അവര് ഡിമാൻഡ് ചെയ്യാണ്, ഇങ്ങനെ വേണം. അങ്ങനെ വേണം. ആർട്ടിസ്റ്റ് ബൈ ചോയ്സ് ചെയ്യുന്നില്ല ഇതൊന്നും, അവര് പറഞ്ഞിട്ടാണ് ഈ രീതിയിലേക്ക്. അല്ലാതെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ദുഃഖമായിട്ട് എല്ലാവരും പ്രശ്നങ്ങളായിട്ട് ഇത് വന്ന് ടി വി കാണുമ്പോൾ അതിനകത്തും ദുഃഖങ്ങളും ദാരിദ്ര്യവും ഒക്കെ ആയിട്ട് കാണും. അത് വളരെ റിച്ച് ആയിട്ട് ഉടുക്കുന്ന സാരിയും പാവം, അല്ലെങ്കിൽ ഫേസും പാവം, അങ്ങനെയൊരു കാര്യമില്ല. അവർക്ക് വന്ന് കാണുന്നത് റിലാക്സേഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ നോക്കുമ്പോൾ പൊളിച്ചുള്ള സംഭവങ്ങൾ കാണുന്ന ഇഷ്ടം അത് തന്നെയായിരുന്നു. അത് ഞാൻ അമ്മേരെ ചെയ്യുന്ന സമയത്ത് ഇത് 2 രീതിയിൽ പറയായിരുന്നു. കുറെ ആൾക്കാർ, ഒരു 80% ആളുകളും ആ സീരിയൽ കണ്ടു കഴിഞ്ഞിട്ട് കാണുമ്പോഴായാലും എവിടുന്നേലും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയും ഞങ്ങൾക്ക് വീട്ടിൽ നിൽക്കുന്ന ഒരാളെ കാണുന്ന ഫീലാണ് ഈ മറ്റുള്ള സീരിയലെല്ലാം ഒത്തിരി ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് കാണുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളുടെ സീരിയൽ കാണുമ്പോൾ ഒരു സമാധാനം എന്ന് വെച്ചാൽ എല്ലാവരും നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ എങ്ങനെയാണോ അതുപോലെയാണ് എല്ലാവരും ഡ്രസ്സ് ചെയ്യുന്നത്. അതിൽ ആരും ഓവറായിട്ട് ഡ്രസ്സിങ് ആയാലും ജ്വല്ലറി ആയാലും ഹെയറും ഒന്നും അധികമില്ല, എല്ലാം കറക്റ്റ് അളവ് മീറ്ററിലാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ അതിൻ്റെ അകത്തെ കഥാപാത്രങ്ങൾക്ക് അതാണ് വേണ്ടത്. ഞാനെന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയാണ്, എനിക്ക് ഒരുങ്ങുന്നതിനൊരു പരിധിയുണ്ട്. മകളായിട്ട് വരുന്ന കുട്ടി കോളേജ് സ്റ്റുഡൻ്റ് ആയിട്ട്, പിന്നെ എനിക്ക് മൂത്ത ഒരു വേറെ മോള് വരുന്നുണ്ട്, അവളായാലും ഒരു കോളേജ് ലെക്ചററാണ്. അപ്പൊ ഇവർക്കെല്ലാം ഒരുങ്ങുന്നതിന് ഒരു പരിധിയുണ്ട്, ഒരുങ്ങാൻ പറ്റത്തില്ല അൺലെസ് അതിൻ്റെ എന്തെങ്കിലും സീൻ ഡിമാൻഡ് ചെയ്യുന്നത് പോലെ ഓവറായിട്ട് കല്യാണമോ എൻഗേജ്മെന്റ് ഒക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ഒരുങ്ങാം. പക്ഷെ എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങളുടെ ആ ഒരു ഭയങ്കര എന്താ പറയാ, ഭയങ്കര എല്ലാവരും പറയും ഇത്രയും നല്ല ആവശ്യത്തിന് ഉള്ള ഒരു സട്ടിലായിട്ടുള്ള മേക്കപ്പും ഡ്രസ്സിങ്ങും ഒക്കെ ആയിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. സാരി എഴുതുന്ന വാങ്ങുന്നേ ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അല്ല രാവിലെ എനിക്കൊരു കാര്യം രാവിലെ ചോദിക്കാറുണ്ട്. നമ്മുടെയൊക്കെ വീട്ടിൽ ചിലപ്പം ചേച്ചിമാരൊക്കെ ചില പാചകത്തിന് ഹെൽപ്പിന് വരാറുണ്ട്. അവരൊക്കെ നൈറ്റി അല്ലെങ്കിൽ സാധാ ഒരു കോട്ടൺ സാരി കൊടുത്തായിരിക്കും വരുന്നത്. ഇത് നിൽക്കുന്ന ജോലിക്കാരി ഉൾപ്പെടെ വാച്ച്, ഇത്രയുള്ളൊരു കമ്മല്, ഭയങ്കര ഞാൻ നേരത്തെ പറഞ്ഞത് ദാരിദ്ര്യം കാണാൻ ആർക്കും ഇഷ്ടമല്ല. അടുക്കള നിൽക്കുന്നവരായപ്പോ വൃത്തിയായിട്ട് നിന്നത് കാണാനായിട്ട് ഇതുണ്ട്. പിന്നെ ഞാൻ പറയുന്ന ഒരു പോയിന്റ് എന്താ അറിയോ, എല്ലാവരും സീരിയൽ ഇങ്ങനെ പറയുകൊണ്ട് ഒരുങ്ങി നിൽക്കുന്ന മറ്റേ കുറ്റം പറയും. 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നിങ്ങൾക്ക് റിമോട്ട് ഉണ്ട് മാറ്റി വരാൻ 1 ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ ഈ പറഞ്ഞ അതേ പോയിന്റ്, ഈ നമ്മൾ റിയൽ ലൈഫിൽ കാണുന്ന ദാരിദ്ര്യം ബഹളം ഒന്നും പോരാ, പിന്നെ അവിടെ ഇരിക്കുമ്പോൾ കുറച്ച് റിലാക്സ് ചെയ്ത് കളറായിട്ടുള്ള ഡ്രസ്സും സാരിയും കണ്ടുകൂടെ. അതുപോലെ തന്നെ സ്റ്റോറിയും നമ്മൾ ഈ ദാരിദ്ര്യം പിടിച്ച സ്റ്റോറി കാണാൻ റിച്ച് സെറ്റപ്പ് കാണാൻ എല്ലാവർക്കും ഇഷ്ടം. ഏത് സീരിയലാണ് ഭയങ്കര പാവപ്പെട്ടവന്റെ കഥ പറഞ്ഞു പോകുന്ന ഒരു സീരിയലുണ്ടോ? കോടീശ്വരന്മാരുടെയും കോടികൾ നഷ്ടപ്പെടുകയും ഹൈടെക് ബിസിനസിന്റെയും അതേപോലത്തെ ഉണ്ടല്ലോ, കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ. അത് എനിക്ക് ഓർമ്മ ലോഞ്ചിലുണ്ടായിരുന്നു, അതിനെ പറ്റി പറഞ്ഞു കളിയാക്കി. അല്ല, എനിക്ക് ഓർമ്മ വരുന്നത് അതിലും ചേട്ടന് എനിക്ക് ചെറുതായിട്ട് സമയം വന്നിട്ടുണ്ട്. ഹൈറ്റും വെയിറ്റും സൈസിലും എല്ലാം കൂടെ. നീ ഞാനും സീരിയലില് ശിവചേട്ടൻ ആദ്യം ഹെലികോപ്റ്ററിലാണ് ആ ഒരു സീക്വൻസിൽ അല്ലെ, ഭയങ്കര ഹൈപ്പായിരുന്നു ആ സീരിയൽ. ആ സീക്വൻസിൽ അപ്പൊ ഞാൻ അപ്പോഴും ഇപ്പൊ വരുന്ന എന്റെ ഒരു കോൺസെപ്റ്റിൽ എന്റെ കണ്ടതാണ്. കണ്ട സമയം കൊണ്ട് പഴയ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാൻ കാണുമല്ലോ. എപ്പോഴും നിങ്ങളെ കിട്ടത്തില്ല. എനിക്കൊരു ദുഃഖം തന്നിട്ടാണോ പോകുന്നത്, തീ എടുത്തിട്ട് പോകുന്നു, അങ്ങനൊന്നുമില്ല കേട്ടോ. നമ്മളുള്ള കാര്യം ഉള്ളല്ലോ പറയണല്ലോ. തീർച്ചയായിട്ടും വളരെ സന്തോഷം. കാര്യം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കിട്ടി. ഇനി ഒരു നല്ലൊരു അവാർഡ് കിട്ടിയിട്ട് നമുക്ക് ഒരിക്കൽ കൂടി ഇരിക്കണം. ടെലിവിഷൻ അവാർഡ് 100% കിട്ടാൻ ഞാൻ വിളിക്കണം. ഞാൻ പറഞ്ഞ വാക്ക് കറക്റ്റ് ആയിരിക്കും. എനിക്കൊന്ന് ഈ വർഷം അവസാനം കാണും ഇപ്പം ഡിക്ലെയർ ചെയ്യുമെന്ന് തോന്നുന്നു. ചെയ്യുമ്പം കീർത്തി ഗോപിനാഥോ രാഹുലോ ഇതിലെന്തെങ്കിലും ഏതൊരു പേരിൽ ഉൾപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പൊ എന്നെ വിളിക്കണം. വിളിക്കണ്ട, ഞാൻ വിളിച്ചോളാം. ഞങ്ങളല്ലേ ആദ്യം അറിയുന്നത്, അപ്പൊ ഞങ്ങൾ വന്നോളാം. അപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്, മൂവി വേൾഡ് മീഡിയ പ്രേക്ഷകരോട് പറയാനുള്ളത്, എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മളെ സീരിയൽ കാണണം. സീരിയലുകാരെ പറ്റി നമ്മളെ പോലുള്ളവർ എന്താ പറയണ്ട, അവരോട് സീരിയൽ കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അവരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ വളർന്നു വന്നതും. നമ്മളൊക്കെ കാണാൻ ഇഷ്ടം ഉണ്ടായിട്ടല്ലേ നമ്മളിപ്പോഴും നിൽക്കുന്നത്. തീർച്ചയായിട്ടും തൊട്ടേ നമ്മളെ അവർക്ക് ഇഷ്ടം ഉണ്ടായിട്ടാണ് ഇപ്പോഴും നമ്മൾ ഒന്ന് ദൂരദർശൻ്റെ കാലം തൊട്ട് നമ്മൾ സീരിയൽ വന്ന് ഇപ്പോഴും നിലവിൽ ഇപ്പോഴും നമ്മൾ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെയൊക്കെ അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. എപ്പോഴും കൂടെ ഉണ്ടാവണം.
അത് തന്നെയാണ് കാണും. എന്ന് വെച്ചാൽ കൂടുതലും നമ്മുടെയൊക്കെ ഈ ഒരുപാട് അമ്മമാരാണ് കൂടുതലും സീരിയൽസ് കാണുന്നത്. അവരൊക്കെ എന്തായാലും നമ്മൾ പുറത്തൊക്കെ പോയാലും അവർക്കൊക്കെ നമ്മളെ കാണുമ്പോൾ മോസ്റ്റ്ലി ആൾക്കാരൊക്കെ വന്ന് സംസാരിക്കാറുണ്ട്, സെൽഫി എടുക്കാറുണ്ട്. സീരിയല് കാണുന്ന ആണുങ്ങളും ഒക്കെ ഉണ്ട്. അല്ല, കാണത്തില്ലെന്നല്ല കാണുന്ന ചേട്ടാ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. സീരിയല് കാണാതെ എങ്ങനെ നമ്മളെ കാണുന്നത്? അത് പക്ഷെ പറയാൻ പറയാനൊരു മടിയാണ്, മടി, നാണക്കേട്. സീരിയൽ കാണുന്നുള്ള നാണക്കേട്. സീരിയൽ അവർ കാണുന്നു, പക്ഷെ അവർ കാണും. അപ്പം രണ്ടുപേർക്ക് സപ്പോർട്ട് ഉണ്ടാവും, പ്രാർത്ഥനയും കാണും. ഞാൻ പറഞ്ഞ പോലെ തന്നെ 2024 നിങ്ങൾക്ക് രണ്ടുപേർക്കില്ലെങ്കിൽ ഒരാൾക്കെങ്കിലും ഒരു ടെലിവിഷൻ അവാർഡ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും അത് അങ്ങോട്ടേക്ക് പോവാം. സപ്പോർട്ട് അപ്പോൾ ഞാൻ തേടിയെത്തുന്നതായിരിക്കും ഒരു ഇന്റർവ്യൂവിലൂടെ. വീട് കണ്ടുപിടിച്ചു, മാപ്പും ഉണ്ട്. ഇനി വരാതിരിക്കാനും പറ്റത്തില്ല, ഞാൻ വരും. മുറ്റത്ത് വന്നിരിക്കാം. അപ്പോൾ സന്തോഷം ചേട്ടാ, രണ്ടുപേരും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുക, എപ്പോഴും ഓൾവേസ് സ്മൈൽ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത അവാർഡ് കിട്ടിയിട്ട് നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.